എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചാൽ ആക്ടിവിറ്റി പോയിൻറ്റിനെ പറ്റിയാണ്. 2024 സ്കീമിന്. അപ്പോൾ 2024 സ്കീം പ്രകാരം 120 ആക്ടിവിറ്റി പോയിൻറ്റ് മിനിമം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ബിടെക്കിലെല്ലാം പേപ്പർ പാസ്സായി, പക്ഷേ നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിൻറ്റ് 100, 80, 40 ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബിടെക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അപ്പം 2024 സ്കീം പ്രകാരം 2019 സ്കീം പ്രകാരം എനിക്കൊന്ന് 100 പോയിൻറ്റ് മതി. പക്ഷേ 2024 സ്കീം പ്രകാരം KTUവിൻ്റെ കീഴിലുള്ള ബിടെക്, BDS, BBA, BCA 120 മിനിമം പോയിൻറ്റ് വേണം. അപ്പം ഇതാണ് ആക്ടിവിറ്റി പോയിൻറ്റിൻ്റെ 3 സെക്ഷൻ. ഒന്നാമത്തെ സെഷൻ, രണ്ടാമത്തെ സെഷൻ, മൂന്നാമത്തെ സെഷൻ. അപ്പോൾ ഒന്നാമത്തെ സെഷനിൽ 40 പോയിൻറ്റ് വേണം, രണ്ടാമത്തെ സെഷൻ 40 പോയിൻറ്റ് വേണം, മൂന്നാമത്തെ സെഷൻ 40 പോയിൻറ്റ് വേണം. അങ്ങനെ 120 പോയിൻറ്റ് വേണം. അതായത് ഓരോ സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ക്രെഡിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പം ബിടെക്കിൽ പഠിക്കുന്നവർക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒന്നാമത്തെ സെഷൻ മാത്രം അങ്ങ് ചെയ്യും. ഒരു 120 പോയിൻറ്റ് അടുപ്പിച്ച് പഠിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിക്കും. എന്ന് വെച്ചാൽ NCC, NSS അങ്ങനെ ഒന്നാമത്തെ സെഷനാണ് പെട്ടെന്ന് കിട്ടുന്നത് എല്ലാവർക്കും. അപ്പം അങ്ങനെ നിങ്ങളിപ്പം 120 ഇപ്പോൾ ഒരു സെഷനിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് 120 പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. പക്ഷേ സൈറ്റിൽ നിങ്ങൾക്ക് 40 പോയിൻ്റ് വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 3 സെഷനിൽ നിന്നും കൂടെ ചെയ്യണം, എന്നാൽ മാത്രമേ 120 പോയിൻറ്റ് കിട്ടത്തുള്ളൂ. അല്ല ഒരു സെഷൻ മാത്രം ചെയ്യല്, 3 സെക്ഷനിൽ നിന്നും ഉള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. ഈ 3 സെക്ഷനിൽ നിന്ന് ഒന്നാമത്തെ സെക്ഷനാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. NSS, NCC, NSO ഇത് ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോയിൻ്റ് കിട്ടും. എനിക്കൊന്ന് 15 പോയിൻ്റ് വെച്ച് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് 2 വർഷം ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ വോളണ്ടിയറിങ് പരിപാടി വെച്ച് അതും കൂടെ കിട്ടും. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് NSSൽ നിന്ന് തന്നെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ കോളേജിലെ ആർട്സ്, സ്പോർട്സിലൊക്കെ പങ്കെടുത്താൽ മതി, യൂണിയൻ അല്ലെങ്കിൽ ക്ലബ് ആക്ടിവിറ്റീസ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് സെഷൻ കഴിയും. രണ്ടാമത്തെ സെഷൻ എന്ന് പറയുമ്പം മെയിനായിട്ടുള്ളത് 2 ഇതെന്ന് വെച്ചാൽ എക്സാമാണ്. ELTS അത് ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി. ഈ ഗേറ്റിന് എന്തോ ക്രൈറ്റീരിയ ഉണ്ട്. എനിക്കൊന്ന് ക്വാളിഫൈ ആയാൽ 10 പോയിൻ്റ് എന്തോ കിട്ടും. പിന്നെ ഓൾ ഇന്ത്യ റാങ്ക് 5000 താഴെ ഉണ്ടെങ്കിൽ എത്തിക്കൂടെ എനിക്കൊന്ന് 15 പോയിൻ്റ് വെച്ച് കിട്ടും. പിന്നെ ഷോർട്ട് ഇൻറ്റേൺഷിപ്പിനെ പറ്റിയും ഡൗട്ടുണ്ട്. 2024 സ്കീം പ്രകാരം മിനിമം 2 ആഴ്ച ഉണ്ടായിരിക്കണം, 2 ആഴ്ചയിൽ കൂടുതലായിരിക്കണം. 2 ആഴ്ച എന്ന് പറയുമ്പം 10 വർക്കിംഗ് ഡേയ്സ്, തിങ്കൾ മുതൽ വെള്ളി വരെ ഒരാഴ്ച, അടുത്ത തിങ്കൾ മുതൽ വെള്ളി വരെ ഒരാഴ്ച. അപ്പോൾ മിനിമം 2 വീക്ക്. അപ്പോൾ 1 വീക്ക് ഇൻറ്റേൺഷിപ്പൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതിനൊന്നും കയറി കൊടുക്കല് 2024 സ്കീമിലുള്ളവർ. അല്ല 2 വീക്കായിരിക്കണം മിനിമം ഉള്ള ഇത്. പരമാവധി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻറ്റേൺഷിപ്പാണ് മാക്സിമം എല്ലാവരും ചെയ്യാം. നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന ഇൻറ്റേൺഷിപ്പ് മിക്കുള്ളവർ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ തന്നെ പഠിക്കുന്ന ഇതാണ് ചെയ്യുന്നത്. എന്തായാലും പിന്നെ ഇപ്പം 2, 3, 4 ചിലവരാണെങ്കിൽ 2, 3, 4 ഷോർട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സൈറ്റിൽ നമുക്ക് ഒറ്റ ഷോർട്ട് ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ടിവിറ്റി പോയിൻറ്റ്. പക്ഷേ മാക്സിമം എല്ലാവരും കുറേ ഷോർട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ നോക്കണം. പിന്നെ വർക്ക്ഷോപ്പ്, ഹാക്കത്തോൺ പാർട്ടിസിപ്പേഷൻ അതൊക്കെയാണ് ഇത്. മൂന്നാമത്തേന്ന് വെച്ചാൽ സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റാണ്. എന്ന് വെച്ചാൽ NPTEL അല്ലെങ്കിൽ സ്വയം പോർട്ടൽ കയറിയിട്ട് ഇത് സ്വയം പോർട്ടൽ അല്ലെങ്കിൽ NPTEL പോർട്ടൽ അങ്ങനെ അടിച്ചെടുത്ത് കയറിയാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകണം, ഓരോ കോഴ്സുകൾ. അപ്പോൾ അവർ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് മെയിൽ ചെയ്യിച്ചു തരും. അതിനും പോയിൻ്റ് ഉണ്ട്. അതാണ് സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ്. പിന്നെ മറ്റൊരു പാറ്റൻറ്റ്, സ്റ്റാർട്ടപ്പ്, ഇന്നോവേഷൻ അതിനും പോയിൻ്റ് ഉണ്ട്. അപ്പം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റി പോയിൻറ്റിന് വേണ്ടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യത്തില്ല. ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിടെക് തുടങ്ങുമല്ലോ, നമ്മുടെ ഡ്യൂറേഷൻ എനിക്കൊന്ന് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിരിക്കും കയറുന്നത് ഫസ്റ്റ് ഇയേഴ്സ്. ആ കയറുന്ന സമയം തൊട്ടുള്ള സർട്ടിഫിക്കറ്റേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതേ എടുക്കത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ ആലോചിക്കണം. ചിലവരൊക്കെ ഇപ്പം +2 കഴിഞ്ഞിട്ട് അവധിയില്ലായിരുന്നു, ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കേട്ട് കുറേ പേര് ഇൻറ്റേൺഷിപ്പിന് അതിനൊക്കെ പോകും. നല്ലത് തന്നെ, പക്ഷേ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആക്ടിവിറ്റി പോയിൻറ്റിന് വേണ്ടി അപ്ലോഡ് ചെയ്യൽ അതൊന്നും സ്വീകരിക്കത്തില്ല. കാരണം അവർ പറയുന്നുണ്ട് ബിടെക്കിൻ്റെ പ്രോഗ്രാം തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയം തൊട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റിനും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ 3 സെക്ഷനിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പിന്നെ ബേസിക് ആയിട്ടുള്ള മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ 5 പോയിൻ്റ് ഉണ്ട്. പിന്നെ ബ്ലഡ് ഡൊണേഷന് പെർ ഡൊണേഷന് 5 പോയിൻ്റ് ഉണ്ട്. പിന്നെ സ്വിമ്മിങ് അറിയാവുന്നവർക്ക് പഞ്ചായത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയാലും മതി, അതിനും പോയിൻ്റ് ഉണ്ട്. പിന്നെ IVക്ക് പോകണം. IVയൊക്കെ S7 or S8 അല്ലേ, S6 or S5 അല്ലേ. അപ്പോൾ അതിനും പോയിൻ്റൊക്കെ ഉണ്ട്. അതിന് 5 പോയിൻ്റ് എന്തോ ഉണ്ട്. അപ്പം ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ബിടെക് ഫുള്ളായിട്ട് എന്ന് വെച്ചാൽ ബിടെക് 4 വർഷം പഠിക്കുന്നവർക്ക് 120 പോയിൻ്റ് വേണം. ലാറ്ററൽ എൻട്രിക്കാർക്ക് മൊത്തത്തിൽ 90 പോയിൻ്റാണ്, ഓരോ സെഷൻ 30 പോയിൻ്റ് വെച്ച്. പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 60 പോയിൻ്റാണ്, ഓരോ സെഷനിൽ നിന്ന് 20 പോയിൻ്റ് വെച്ച്. അപ്പോൾ 3 സെഷനിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എന്നാലേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ആക്ടിവിറ്റി പോയിൻ്റ് എടുക്കാൻ വേണ്ടി
ചില ആൾക്കാർ എന്ത് ചെയ്യും, മറ്റുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പേര് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യല്ല്. കാരണം അങ്ങനെയൊക്കെ ചെയ്താൽ അത് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, എന്തെങ്കിലും ഡിസ്ക്രിമിനൻസീസ് കാണിച്ചാൽ അവർ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതാവുകയും ചെയ്യും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനും എടുക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ബി.ടെക് വിഷയങ്ങളെല്ലാം പാസ്സായി, പക്ഷേ ആക്ടിവിറ്റി പോയിൻ്റ് കാരണം ബി.ടെക് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഇതൊക്കെ സ്പോർട്സിൻ്റെ ഇതാണ്. സ്പോർട്സിന് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോളേജിൽ എല്ലാ സ്പോർട്സിനുള്ള എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റിന് പോയിൻ്റ് ഉണ്ട്, ഉണ്ടാവും ഒരു പോയിൻ്റ് കോളേജ് ലെവല്. പിന്നെ അത് അടുത്ത ലെവലിൽ പോകുമ്പോൾ കൂടും. ജയിക്കപ്പോൾ എനിക്കൊന്ന് സിംഗിൾ പാർട്ട് ഇതാണെങ്കിൽ മറ്റേ ഓട്ടത്തിനൊക്കെ ആണെങ്കിൽ 5 പോയിൻ്റാണ്. മറ്റേ റിലേ പോലത്തെയൊക്കെ ആണെങ്കിൽ 3 പോയിൻ്റ് കിട്ടും. ജയിച്ച ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. പാർട്ടിസിപ്പേഷൻ എല്ലാത്തിനും 1 പോയിൻ്റ് വെച്ച് കിട്ടും കോളേജ് ലെവലിൽ. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ബ്ലഡ് ഡൊണേഷൻ, വോളണ്ടിയർഷിപ്പ് ഉണ്ടാവും. NSS വോളണ്ടിയർ. NSS അല്ലെങ്കിൽ NSSനൊക്കെ നിങ്ങൾ 2 വർഷം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 പോയിൻ്റ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ സെഷൻ 40 പോയിൻ്റ് അല്ലേ. NSSൻ്റെ ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 30 പോയിൻ്റ് കിട്ടും. പിന്നെ 10 പോയിൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും മാക്സിമം NSS, NCC അതിനൊക്കെ ഉള്ളതിന് കയറണം. IEEE എല്ലാവരും കയറണം കേട്ടോ. IEEE നല്ലൊരു ഇതാണ്. അപ്പോൾ നല്ലൊരു സൊസൈറ്റിയാണ്. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും കയറാൻ നോക്കണം മാക്സിമം. എനിക്കൊന്ന് വർഷം 1500 രൂപ എന്തോ ആണ്. എന്നാലും നിങ്ങൾ കയറണം, അത് നഷ്ടമില്ല. പിന്നെ ഇലക്ഷനുണ്ട്, നമ്മൾ ഈ കോളേജ് ഇലക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ജയിച്ചാൽ ഓരോ മെമ്പേഴ്സിന് പോയിൻ്റൊക്കെ ഉണ്ട്. മറ്റേ എക്സിക്യൂട്ടീവ് മെമ്പർ, കൺവീനേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ട്, പോയിൻ്റ് ഉണ്ട്. അല്ല, കോളേജ് യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി യൂണിയൻ, അതിനൊക്കെ ഓരോ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എല്ലാവരും അത്യാവശ്യം പറ്റുന്നവരല്ല. എനിക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് 2 സീറ്റേ ഉള്ളൂ. 2 പേർക്ക് ജയിക്കാം, എത്ര പേർക്കാണെങ്കിൽ മത്സരിക്കാം. അപ്പം അതൊക്കെ ഒന്ന് മത്സരിക്കണം, അറിയേണ്ട കാര്യങ്ങളാണ്. ആക്ടിവിറ്റി പോയിൻറ്റിനെ പറ്റിയുള്ള ഡൗട്ടെല്ലാം കഴിഞ്ഞൊന്നും ഇരിക്കുന്നു. ഈ ഫയല് നമുക്ക് KTU കയറിയാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റി പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, നല്ലതായിട്ട് നോക്കിയൊന്നും വേണ്ട. 2000 അടിക്കേണ്ടതെന്ന് വെച്ചാൽ ആക്ടിവിറ്റി പോയിൻറ്റ്സ് ഹാൻഡ് ബുക്ക് 2024 സ്കീം എന്ന് അടിക്കുമ്പോൾ തന്നെ ഫയൽ വരും. ജസ്റ്റ് ഒന്ന് നോക്കുക. താങ്ക് യു.